ഹായ് എവരിവൺ. മാനേജറിയൽ എക്കണോമിക്സിലെ ആൻ ഓവർവ്യൂ ഓഫ് ഇന്ത്യൻ എക്കോണമി എന്ന ചാപ്റ്ററിലാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻഇക്വാളിറ്റി ഇൻ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഇൻ ഇന്ത്യയിലെ ഇൻകം ഡിസ്ട്രിബ്യൂഷനിലെ അസമത്വത്തെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ മോസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. ഇൻകത്തിൻ്റെയും അതേപോലെ തന്നെ വെൽത്തിൻ്റെയും അൺഈക്വൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനാണ് മോസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ഫീച്ചർ ഓഫ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇന്ത്യയിൽ തന്നെ 20% ഓഫ് ദ ടോട്ടൽ പോപ്പുലേഷൻ ആളുകളുടെ കയ്യിലാണ്. ബാക്കി 80% ഓഫ് ദ പോപ്പുലേഷനേക്കാളും എന്തുള്ളത്, ക്യാഷ് ഉള്ളത്, അല്ലെങ്കിൽ അവരുടെ അടുത്താണ് വെൽത്തും ഇൻകവും എല്ലാം കൂടുതലായിട്ടുള്ളത്. അപ്പോൾ 20%ഓളം ആളുകൾ വെരി റിച്ചായിട്ട് ജീവിക്കുകയും ബാക്കിയുള്ളവർ പോവർട്ടി ലൈനിന് താഴെയായിട്ട് ജീവിക്കുക. അത്തരത്തിൽ ഇന്ത്യയിൽ ഇൻകം ഡിസ്ട്രിബ്യൂഷനിൽ ഇൻഇക്വാളിറ്റി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഈ ഇൻഇക്വാളിറ്റിക്കുള്ള കാരണങ്ങൾ എന്നുള്ളതാണ്. കോസസ് ഓഫ് ഇൻഇക്വാളിറ്റീസ് ഇൻ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഇൻ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഇൻകം ഡിസ്ട്രിബ്യൂഷനിലെ അസമത്വത്തിൽ എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ എന്താണ്? ഡിഫറൻസ് ഇൻ ഒക്യുപ്പേഷൻ, ജോലിയിലുള്ള വ്യത്യാസങ്ങൾ. എല്ലാവരും ഒരേ ജോലിയല്ല ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരേ തരത്തിലല്ല സാലറി ലഭിക്കുന്നത്. സാലറിയിലുള്ള വ്യത്യാസങ്ങൾ ഇൻകം ഡിസ്ട്രിബ്യൂഷനിൽ അല്ലെങ്കിൽ ഇൻകം ലെവലിൽ അത് വലിയൊരു വ്യത്യാസമായിട്ട് തന്നെ നിലനിൽക്കുന്നു. ചിലർക്ക് ജോലിക്ക് അനുസൃതമായിട്ട് വലിയ സാലറി ലഭിക്കുന്നു, ചിലർക്ക് അത് ചെറുതാണ്. അതുകൊണ്ട് തന്നെ അവിടെ തന്നെ നമ്മൾക്ക് സാമ്പത്തികപരമായിട്ട് നമ്മൾക്ക് ലഭിക്കുന്ന ഇൻകത്തിലുണ്ടാകുന്ന വ്യത്യാസം. ഓക്കെ, നെക്സ്റ്റ് ഇസ് പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടി. നമ്മൾ അണ്ടർ പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടി എ പെൻഷൻ ഫ്രീ ടു ഏൺ, ഫ്രീ ടു സേവ്, ഫ്രീ ടു ഓൺ ആൻഡ് any amount of property. This is fundamental right. Some people have no property at all. ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന എക്കണോമിക് കണ്ടീഷനിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പ് വയ്ക്കുക എന്നുള്ളത് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റാണ്. അതുകൊണ്ട് തന്നെ പലർക്കും എമൗണ്ട് സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഫ്രീ ആയിട്ട് ഏൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടെല്ലാം ഈ പ്രോപ്പർട്ടി ഓണർഷിപ്പിലൂടെ നമുക്ക് സാധിക്കുന്നു, പ്രൈവറ്റ് ഓണർഷിപ്പിലൂടെ നമുക്ക് സാധിക്കുന്നു. പക്ഷേ ചില ആളുകൾക്ക്, ഇന്ത്യയിൽ തന്നെ ചില ആളുകൾക്ക് അതിനുള്ള പ്രോപ്പർട്ടി ഇല്ല എന്നുള്ളതും ഈ ഇൻഇക്വാളിറ്റി ഇൻ ഇൻകം ഡിസ്ട്രിബ്യൂഷന് കാരണമാകും എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇസ് പോളിസി ഓഫ് ദ ഗവൺമെൻറ്. Government policies in favor of big industrialists and high income groups are widening the gap between the rich and poor. പലപ്പോഴും നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ്റുകളുടെ നയങ്ങൾ അല്ലെങ്കിൽ പോളിസികൾ എന്ത് ചെയ്യാറുണ്ട്, ബിഗ് ഇൻഡസ്ട്രിയലിസ്റ്റിനു വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഹൈ ഇൻകം ഗ്രൂപ്പിനും വേണ്ടിയിട്ട് അവർക്ക് ഫേവറായിട്ടുള്ളത് ഈ ഒരു തരത്തിലുള്ള വലിയൊരു റിച്ച് ആൻഡ് പുവർ ഗ്യാപ്പ് സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത്. നെക്സ്റ്റ് ഇസ് ക്രോണിക് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് ലോ ലെവൽ ഓഫ് ഇൻകം. വാസ്റ്റ് മെജോറിറ്റി ഓഫ് പോപ്പുലേഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് കോസ് ഓഫ് ഇൻഇക്വാളിറ്റി ഇൻ ഇന്ത്യ. കൂടുതലായിട്ടുള്ള തൊഴിലില്ലായ്മയും അതുപോലെ തന്നെ ഉള്ള തൊഴിലിനുള്ള ശരിയായിട്ടുള്ള വേതനം ലഭിക്കാത്തതും വലിയൊരു കാരണമാണ് ഇൻഇക്വാളിറ്റി ഇൻ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഇൻ ഇന്ത്യ എന്നുള്ളത്. ഹൈ ടാക്സ് ഇവാഷൻ ബൈ ബിസിനസ്മാൻ, ബ്യൂറോക്രാറ്റ്സ്, പൊളിറ്റീഷ്യൻസ് ആൻഡ് പ്രൊഫഷണൽസ് ലൈക്ക് ഡോക്ടേഴ്സ് leads to accumulation of huge black money. This leads to inflation. Inflation tends to widen income equality. Next is corruption. ഇന്ത്യയിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ നിലവിലുള്ള വലിയ തരത്തിലുള്ള അഴിമതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽത്ത് അക്യുമുലേറ്റ്സ്, മണി ഈ ടാക്സ് നൽകാതിരിക്കുക,
വലിയ വലിയ ഇൻഡസ്ട്രിയലിസ്റ്റുകളിൽ നിന്ന് ടാക്സ് പിരിക്കാതിരിക്കുക, അവരുടെ ടാക്സ് വെട്ടിപ്പാടുക, ഇത്തരത്തിലുള്ള കറപ്ഷൻസ് എല്ലാം ഇന്ത്യയിൽ ഇൻകം ഡിസ്ട്രിബ്യൂഷനിലുള്ള വ്യത്യാസങ്ങൾ കൊണ്ടുവരാനായിട്ട് സഹായകമായിട്ടുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇസ് പ്രൈവറ്റൈസേഷൻ. ബിക്കോസ് ഓഫ് ഗ്രോയിങ് പ്രൈവറ്റൈസേഷൻ ഓഫ് ദ ഹെൽത്ത് എഡ്യൂക്കേഷൻ സെക്ടർ പുവർ സഫർ മോസ്റ്റ്. ഹെൽത്ത് സെക്ടറിലും അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ സെക്ടറിലും പ്രൈവറ്റൈസേഷൻ എന്നുള്ള ഒരു ഭാഗം ഇൻകം ഡിസ്ട്രിബ്യൂഷന് ഇൻഇക്വാളിറ്റി ആയിട്ട് നിലനിർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ബിക്കോസ് ആ ഒരു സെക്ടറിലേക്ക് അവിടെ നിന്ന് എഡ്യൂക്കേഷനിലായിട്ടും പ്രൈവറ്റായിട്ടും അല്ലെങ്കിൽ ഹെൽത്ത് സെക്ടറിലാവട്ടെ അവിടെ പുവർ പീപ്പിളിന് സർവീസ് ലഭിക്കാനത് ഒരു വലിയൊരു തടസ്സമാകുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് ഈസ് ഇൻഫ്ലേഷൻ ഇൻ ഇന്ത്യ. നമ്മൾ ഇതുവരെ പഠിച്ച് ഇൻഇക്വാളിറ്റി ഇൻ ഇന്ത്യ ആണ്. നെക്സ്റ്റ് ഈസ് ഇൻഫ്ലേഷൻ. എന്താണ് ഇൻഫ്ലേഷൻ? ഇൻഫ്ലേഷൻ ഈസ് എ പ്രോസസ് ഓഫ് റൈസിങ് പ്രൈസസ് ആൻഡ് ഫാളിങ് വാല്യൂ ഓഫ് മണി. നമ്മുടെ കമ്മോഡിറ്റീസിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയും അല്ലെങ്കിൽ സർവീസസിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയും നമ്മുടെ വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യുക എന്ന് പറയുന്നതിനാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. പണപ്പെരുപ്പം എന്നൊക്കെ പറയില്ലേ. General continuous increases in prices in market. This does not mean that all prices are rising. Some prices may even be falling, but the average price level rise because of most prices are rising. ഇനി ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ. എന്താണ് ഇൻഫ്ലേഷൻ എന്ന് പഠിച്ചു. രണ്ട് തരത്തിലാണ് ഇൻഫ്ലേഷൻ ഉള്ളത്. ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് സപ്ലൈ കണ്ടീഷൻസ്. Next is on the basis of speed of inflation. പ്രൊഡക്ഷൻ്റെയും സപ്ലൈൻ്റെയും കണ്ടീഷൻസിനനുസരിച്ചും സ്പീഡ് ഓഫ് ഇൻഫ്ലേഷൻ അനുസരിച്ചാണ് ഇൻഫ്ലേഷൻ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് on the basis of classification on the basis of production and supply condition. First one is production inflation. എന്താണ് പ്രൊഡക്ഷൻ ഇൻഫ്ലേഷൻ? വെൻ പ്രൊഡക്ഷൻ ഫാൾസ് ദർ ഇസ് എ ഡിസെക്വിലിബ്രിയം ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് റൈസ് ഓൺ അക്കൗണ്ട് ഓഫ് സ്പോണ്ടേനിയസ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. ആസ് എ റിസൾട്ട് കമ്മോഡിറ്റി ഇൻഫ്ലേഷൻ റൈസസ്. പ്രൊഡക്ഷൻ കുറവ് വരാം. നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റിൽ വലിയൊരു മാറ്റം സംഭവിക്കുക. അതായത് സപ്ലൈയും ഡിമാൻഡും തമ്മിൽ വ്യത്യാസം ഉണ്ടാവുക. നമ്മളെ ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താ പറയുക കൂടുക, സപ്ലൈ കുറയും. ഈ ഒരു പോയിന്റിനെയാണ് പ്രൊഡക്ഷൻ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് കമ്മോഡിറ്റി ഇൻഫ്ലേഷൻ. ദർ ഇസ് നോ ചേഞ്ച് ഇൻ പ്രൊഡക്ഷൻ, ചേഞ്ച് ഇൻ ഇറ്റ്സ് കോസ്റ്റ്. പ്രൊഡക്ഷനിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല, പക്ഷേ ആ പ്രോഡക്റ്റിൻ്റെ കോസ്റ്റിലുണ്ടാവുന്ന മാറ്റം. ബട്ട് പ്രൈസ് റൈസസ് ആറ്റ് അക്കൗണ്ട് ഓഫ് സ്പോണ്ടേനിയസ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. എത്ര പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലും അവിടെ ഡിമാൻഡിൽ എന്ത് ചെയ്യും, ഇൻക്രീസ് ഉണ്ടായിരിക്കും എന്നാണ്. ആസ് എ റിസൾട്ട് കമ്മോഡിറ്റി ഇൻഫ്ലേഷൻ റൈസ്. ഈ ഒരു അവസ്ഥയിലാണ് കമ്മോഡിറ്റി ഇൻഫ്ലേഷൻ എന്ത് ചെയ്യുന്നത്, റൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് പ്രോഫിറ്റ് ഇൻഫ്ലേഷൻ. Due to invention or some other causes, cost of production falls, but prices are not reduced. Hence, profit are increased. This is known as profit inflation. Profit inflation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോഡക്റ്റിൽ വരുത്തുന്ന ഇൻവെൻഷൻസ് അല്ലെങ്കിൽ നമ്മൾ വരുത്തുന്ന മാറ്റങ്ങൾ കൊണ്ടുണ്ടാവുന്ന കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ കുറവ് സംഭവിക്കും. ആ ഒരു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറവ് സംഭവിച്ചു കഴിഞ്ഞാലും നമ്മൾ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എന്ത് ചെയ്യുന്നില്ല, കുറയ്ക്കുന്നില്ല. ഇതിലൂടെ ഉണ്ടാകുന്ന പ്രോഫിറ്റ് ഇൻക്രീസ്, നമ്മൾക്ക് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നു അല്ലേ. അതായത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറഞ്ഞാലും നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കുറയ്ക്കാതിരിക്കുമ്പോൾ അവിടെ നമ്മൾക്ക് പ്രൈസ് ഇൻക്രീസ് ചെയ്യും, പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യും. ഈ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നിടത്താണ് പ്രോഫിറ്റ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വേജ്
induced inflation. When workers organize themselves into powerful trade unions and force the employers to increase their wages. As a result, cost of production increase and price rise upward. വേജ് ഇൻഡ്യൂസ്ഡ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കേഴ്സ്, ഓരോ കമ്പനിയിലുള്ള വർക്കേഴ്സ് വലിയ വലിയ ട്രേഡ് യൂണിയൻസ് ഒക്കെ രൂപീകരിച്ച് അവർ എംപ്ലോയേഴ്സിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് അവരുടെ വേജ് ഇൻക്രീസ് ചെയ്യുകയും അതിലൂടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, നമ്മളെ വേജ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ അവിടെ നമ്മൾക്ക് എന്ത് ഉണ്ടാവുന്നു, നമ്മുടെ പ്രോഡക്റ്റിൻ്റെ കോസ്റ്റിലും വർധനവുണ്ടാവുന്നു. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, വേജ് ഇൻഡ്യൂസ്ഡ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് കോസ്റ്റ് പുൾ ഇൻഫ്ലേഷൻ. കോസ്റ്റ് പുഷ് ഓർ പുൾ ഇൻഫ്ലേഷൻ റെഫേഴ്സ് ടു ആൻ ഇൻക്രീസ് ഇൻ ദ ജനറൽ പ്രൈസ് ലെവൽ ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ ഉണ്ടാകുന്ന ഇൻക്രീസ് കൊണ്ട് എന്ത് ചെയ്യുക, നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസിലുണ്ടാകുന്ന ഇൻക്രീസിനെയാണ് ഈ എന്ത് പറയുന്നത്, കോസ്റ്റ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ, സ്കേഴ്സിറ്റി ഇൻഡ്യൂസ്ഡ് ഇൻഫ്ലേഷൻ. ഇതെല്ലാമാണ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് സപ്ലൈ കണ്ടീഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഓൺ ദ ബേസിസ് ഓഫ് സ്പീഡ് ഓഫ് ഇൻഫ്ലേഷൻ. ഫസ്റ്റ് വൺ, ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ. ക്രീപ്പിംഗ് എന്ന് പറഞ്ഞ വേർഡിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന്. അണ്ടർ ദിസ് ദ പ്രൈസ് ലെവൽ റൈസസ് സ്ലോലി. ഇറ്റ് റൈസ് അപ്രോക്സിമേറ്റ്ലി ബൈ 2% ആനുവലി അണ്ടർ ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ. പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യുന്നത്, നമ്മൾ ഇൻഫ്ലേഷനിൽ പ്രൈസ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യുന്നത് വളരെ സ്ലോ ആയിട്ടായിരിക്കും എന്നുള്ളതാണ്. അപ്രോക്സിമേറ്റ്ലി 2% ആനുവലി, 2% ആയിരിക്കും ആനുവലി അത് ഇൻക്രീസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് വാക്കിംഗ് ഇൻഫ്ലേഷൻ. വാക്കിംഗ് ഇൻഫ്ലേഷൻ മീൻസ് ദിസ് ഇസ് ഫാസ്റ്റർ ദാൻ ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ. പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യുന്നത് ക്രീപ്പിംഗ് ലെവലിനേക്കാളും കൂടുതലാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വാക്കിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. റണ്ണിങ് ഇൻഫ്ലേഷൻ മീൻസ് മണി എക്സ്പെൻഷൻ ആൻഡ് പ്രൈസ് ലെവൽ വെരി ഫാസ്റ്റ്. പെട്ടെന്നുള്ള വളർച്ചയ്ക്കാണ് എന്തെന്ന് പറയുന്നത്, റണ്ണിങ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഹൈപ്പർ ഇൻഫ്ലേഷൻ. This is the most dangerous type of inflation. Under this type of inflation, the prices vary every minute. ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഇൻഫ്ലേഷൻ ഏതെന്നുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന ഉത്തരമാണ് ഹൈപ്പർ ഇൻഫ്ലേഷൻ. ബിക്കോസ് ഈ ഒരു ഇൻഫ്ലേഷനിൽ നമ്മൾക്ക് ഈ ഒരു സമയത്ത്, ഈ ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഓരോ പ്രോഡക്റ്റിൻ്റെയും പ്രൈസ് ഓരോ എവറി മിനിറ്റിൽ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിനെയാണ് ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് കോസസ് ഓഫ് ഇൻഫ്ലേഷൻ. എന്തൊക്കെയാണ് ഇൻഫ്ലേഷൻ്റെ കോസസ് എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഇൻക്രീസ് ഇൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ. പബ്ലിക് എക്സ്പെൻഡിച്ചർ ഗവൺമെൻറ്റിൻ്റെ ആയാലും പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യും, കൂടും എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇസ് ഇൻക്രീസ് ഇൻ പ്രൈവറ്റ് എക്സ്പെൻഡിച്ചർ. ഇൻക്രീസ് ഇൻ എക്സ്പോർട്ട്. കയറ്റുമതിയിൽ വർധനവുണ്ടാവും. അതിലൂടെ നമ്മൾക്ക് എന്ത് ചെയ്യും, നമ്മുടെ നാട്ടിൽ ഷോർട്ടേജ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് റിഡക്ഷൻ ഇൻ ടാക്സേഷൻ. ടാക്സ് റേറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്ന കുറവ് വരുത്തുമ്പോഴാണ് ഇൻഫ്ലേഷൻ ഒരു കാരണമാകുന്നത്. ഇൻക്രീസ് ഇൻ സാലറീസ്, വേജസ് ആൻഡ് പെൻഷൻസ്. യാതൊരുവിധ പ്ലാനും ഇല്ലാതെ നമ്മുടെ വേജും സാലറിയും പെൻഷനും എല്ലാം ഇൻക്രീസ് ചെയ്യുന്നതും ഇൻഫ്ലേഷന് കാരണമാണ്. നെക്സ്റ്റ് ഇസ് ഷോർട്ടേജ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷന് നമ്മൾക്ക് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിലുണ്ടാകുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഷോർട്ടേജ്, അത് പല കാരണങ്ങൾ കൊണ്ടാവാം. ഇതെല്ലാം എന്താണ്, ഇൻഫ്ലേഷൻ്റെ കാരണങ്ങളാണ്. നെക്സ്റ്റ് ഇസ് മെഷേഴ്സ് ടു കൺട്രോൾ ഇൻഫ്ലേഷൻ. ഏതൊക്കെ തരത്തിലുള്ള മെഷേഴ്സാണ് നമ്മൾക്ക് എടുക്കാൻ പറ്റുക? ഇൻഫ്ലേഷൻ ഈസ് എ സീരിയസ് എവിൽ. ഇറ്റ് ഡിസ്ക്രിപ്റ്റ്സ് സൊസൈറ്റി എക്കണോമിക്കലി, സോഷ്യലി, മൊറലി ആൻഡ് പൊളിറ്റിക്കലി. ആൻഡ് ദർ ഈസ് എ നീഡ് ഓഫ് കൺട്രോളിങ് ഇൻഫ്ലേഷൻ. നമ്മുടെ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് എടുക്കാവുന്ന മെഷേഴ്സ്.
ഫസ്റ്റ് ദ മെത്തേഡ് ഓഫ് കൺട്രോളിങ് ഇൻഫ്ലേഷൻ ആർ ഗ്രൂപ്പ്ഡ് അണ്ടർ 2 ഹെഡ്സ്. 2 ഹെഡ്സിലാണ് നമ്മൾ ഈ മെഷേഴ്സ് ഓഫ് ഇൻഫ്ലേഷന് തിരിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഇസ് മോണിറ്ററി മെഷേഴ്സ് ആൻഡ് ഫിസിക്കൽ മെഷേഴ്സ്. മോണിറ്ററി മെഷേഴ്സിൽ റൈസ് ബാങ്ക് റേറ്റ് ഡിസ്കറേജസ് ബോറോയിങ്സ് ആൻഡ് ബൈ ഇൻഡിവിജ്വൽസ് ആൻഡ് ബിസിനസ്മെൻ. ബോറോയിങ്സ് കൊണ്ടുവരുന്നത് ബാങ്ക് റേറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റിലൊക്കെ എന്ത് ചെയ്യുക, വർധനവ് വരുത്തുക എന്നുള്ളതാണ്. സെക്കൻഡ് വൺ ഈസ് സെയിൽ ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഇൻ ദ ഓപ്പൺ മാർക്കറ്റ്. ഗവൺമെൻറ് ഓണർഷിപ്പിലുള്ളതിൻ്റെ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്ത് ചെയ്യുക, ഓപ്പൺ മാർക്കറ്റിൽ സെയിൽ ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് റൈസ് റിസർവ് റിക്വയർമെൻറ്റ്സ്. ഇറ്റ് ഫോഴ്സസ് ബാങ്ക് ടു റെസ്ട്രിക്ട് ദെയർ ലെൻഡിങ്. റിസർവ് റിക്വയർമെൻറ്റ്സ് റൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇൻക്രീസ് ഇൻ മാർജിൻ റിക്വയർമെൻറ്റ്സ്. ദിസ് വിൽ റെഡ്യൂസ് ദ എമൗണ്ട്. മാർജിൻ റിക്വയർമെൻറ്റ്സ് ഇൻക്രീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാങ്ക് റേറ്റ് എമൗണ്ട് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ബാങ്ക്സ് ഫോർ ലെൻഡിങ്. ഇത് നമ്മൾ ബാങ്കിൽ നിന്ന് പുറമേക്ക് കൊടുക്കുന്ന ലോൺസിനായാലും പുറമേക്ക് പോകുന്ന പണത്തിനായാലും എല്ലാത്തിനും എന്ത് ചെയ്യും, ഒരു കുറവ് വരുത്തും. ഇതിലൂടെ നമ്മളുടെ സേവിങ്സ് ഇൻക്രീസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ഇസ് കൺസ്യൂമർ ക്രെഡിറ്റ് കൺട്രോൾ. എയിംസ് ടു റെഡ്യൂസിങ് ദ പർച്ചേസ് പവർ ഓഫ് കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിൻ്റെ പർച്ചേസിങ് പവർ എന്ത് ചെയ്യുക, കുറയ്ക്കുക എന്നുള്ളതാണ്. എങ്ങനെ, നമ്മൾ ക്രെഡിറ്റ് കൊടുക്കുന്നതിൽ കൺട്രോൾ വരുത്തിക്കൊണ്ട്. നെക്സ്റ്റ് ഇസ് ഫിസിക്കൽ മെഷേഴ്സ്. റിഡക്ഷൻ ഇൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ. ഇറ്റ് വിൽ റെഡ്യൂസ് ഡിമാൻഡ് ഫോർ കൺസ്യൂമർ ഗുഡ്സ് ആൻഡ് സർവീസസ്, കോൺസിക്വൻ്റ്ലി പ്രൈസ് വിൽ ഫോൾ. പബ്ലിക് എക്സ്പെൻഡിച്ചറിൽ കുറവ് വരുത്തുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇസ് ഇൻക്രീസ് ഇൻ ടാക്സസ്. ടാക്സ് റേറ്റിൽ ഇൻക്രീസ് കൊണ്ടുവരിക, വർധനവ് കൊണ്ടുവരിക. പബ്ലിക് ബോറോയിങ്സ്. നെക്സ്റ്റ് ഇസ് ഇൻക്രീസ് ഇൻ സേവിങ്സ്. സേവിങ്സിൽ പീപ്പിളിന് സ്പെൻഡ് ചെയ്യുന്നതിൽ പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പർച്ചേസിങ് പവർ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, അതേപോലെ തന്നെ സേവിങ്സ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് എടുക്കുക എന്നുള്ളതാണ്. ഇനി നമ്മൾക്ക് 3 ടേംസ് പഠിക്കാം. ഫസ്റ്റ് വൺ ഇസ് ഡിസ്ഇൻഫ്ലേഷൻ. എന്താണ് ഡിസ്ഇൻഫ്ലേഷൻ? ഇറ്റ് ഈസ് എ ഡിക്രീസ് ഇൻ ദ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ. അല്ലെ, പണപ്പെരുപ്പത്തിൽ അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ്റെ റേറ്റിൽ എന്ത് ചെയ്യുക, ഡിക്രീസ്, കുറവ് കൊണ്ടുവരുത്ത. എ സ്ലോ ഡൗൺ ഇൻ ദ റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ ദ ജനറൽ പ്രൈസ് ലെവൽ. ഒരു സ്ലോ ഡൗൺ കൊണ്ടുവരാം. പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യുന്നതിൽ നിന്ന് ഒരു സ്ലോ ഡൗൺ കൊണ്ടുവന്നിട്ട്, കുറവ് കൊണ്ടുവന്നിട്ട് അത് നമ്മുടെ GDPക്ക് മുതൽക്കൂട്ടാവുന്ന ഇതിനെയാണ് ഡിസ്ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഡിഫ്ലേഷൻ. ഡിഫ്ലേഷൻ ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് ഇൻഫ്ലേഷൻ. ഇറ്റ് ഈസ് വേർ ദ പ്രൈസ് ആർ ഫാളിങ്. The result in increase in purchasing power of money. This resulting purchasing power of money. Deflation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ വിപരീതം, ഇൻഫ്ലേഷൻ. ഇതെന്ത് ചെയ്യും, നമ്മുടെ കൺസ്യൂമറിനെ അല്ലെങ്കിൽ കസ്റ്റമറിനെ, ജനങ്ങളുടെ പർച്ചേസിങ് പവർ ഇൻക്രീസ് ചെയ്യും. ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൈസ് ലെവൽ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. ഇതിനെയാണ് ഡിഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇത് നേരെ ഓപ്പോസിറ്റ്, ഇൻഫ്ലേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണെന്നുള്ളതാണ്. നെക്സ്റ്റ് ഇസ് സ്റ്റാഗ്ഫ്ലേഷൻ മീൻസ് ഈസ് എ പീരീഡ് ഓഫ് റൈസിങ് ഇൻഫ്ലേഷൻ ബട്ട് ഫാളിങ് ഔട്ട്പുട്ട് ആൻഡ് റൈസിങ് അൺഎംപ്ലോയ്മെൻറ്റ്. സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ്റെ കൂടുതലും അതോടൊപ്പം തന്നെ ഔട്ട്പുട്ടും അൺഎംപ്ലോയ്മെൻറ്റും വർദ്ധിക്കുകയും ചെയ്യുക എന്നുള്ളതിനെയാണ്. ഔട്ട്പുട്ട് കുറയുകയും തൊഴിലില്ലായ്മ കൂടുകയും ചെയ്യുന്ന ഈ ഒരു സിറ്റുവേഷനെയാണ് സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്നത്. 1970-ലാണ് ഫസ്റ്റ് ആയിട്ട് ഒരു സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു സാമ്പത്തിക സ്ഥിരത ലോകത്ത് ആദ്യമായിട്ട് ഡെവലപ്ഡ് കൺട്രീസിൽ കണ്ടത്. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. താങ്ക് യു.